അല്ലടാ, ഇതെന്തെന്നാന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അല്ല വേറെ എന്തെങ്കിലും ഇതാണോ? ഒരു 14-കാരൻ ഇങ്ങനെ ജീവൻ ഒടുക്കി എന്നല്ലാന്നല്ലോ കേൾക്കുന്നത്. അല്ല, ഇത് ഇന്നലെയോ ഇന്നോ തുടങ്ങിയതല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഈ 2K കിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൊട്ടിത്തെറിഞ്ഞ പിള്ളേർ തന്നെയാണ്. അവരുടെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേലത്തരവും നടക്കത്തില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചർമാർക്കോ മാഷന്മാർക്കോ പോലും മിണ്ടാൻ കഴിയാത്ത ഒരു കാലമാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ടീച്ചർമാരും മാഷന്മാരും ഉള്ള ദേഷ്യങ്ങൾ മുഴുവൻ, അതായത് കുടുംബത്തിൽ ഭാര്യയോടുള്ള ദേഷ്യവും ഭർത്താവിനോടുള്ള ദേഷ്യവും എല്ലാം തീർക്കുന്നതും ഈ കുട്ടികളുടെ അടുത്ത് തന്നെയാണ്. എന്നാൽ പണ്ട് അങ്ങനെയുണ്ടോ? പണ്ട് അങ്ങനെയില്ല. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാഷന്മാർ ചൂരലെടുത്ത് നടക്കാറുണ്ട്. ആ ചൂരലുകളുടെ ഒരു അടി പോലും പാഴായിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അന്ന് അടി വാങ്ങിച്ചവനൊക്കെ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ മുതലാളിമാരാണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അടി വാങ്ങിച്ചവനൊക്കെ മുതലാളിയും അടി വാങ്ങിക്കാത്തവരൊക്കെ തൊഴിലാളിയുമാണെന്ന് ഞാൻ പറയുള്ളൂ. അതായത് അതുപോലെയുള്ള ഒരു വിദ്യാഭ്യാസ കാലഘട്ടമായിരുന്നു അത്. എന്നാൽ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം പോലും കുട്ടികളോട് പറയാൻ കഴിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇവരനുസരിക്കൂല. ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാക്കൾ അപ്പോഴും വരും, ആരാ നീ, എൻ്റെ മകനെ പറയാൻ ആരാടാ എന്നൊക്കെ പറഞ്ഞു വരും. കുറച്ച് നാൾ മുമ്പ് കാസർഗോഡ് ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഒരുത്തൻ ഇങ്ങനെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു 3-4 പെമ്പിള്ളർ വീട്ടിൽ പോകാതെ ഇവന് ചുറ്റും അവിടെ നിൽക്കുന്നത്. ഒരു ടീച്ചർ ഇത് കണ്ടു. ടീച്ചർ അപ്പോൾ തന്നെ പറഞ്ഞു, റീൽസും ഇതൊന്നും വേണ്ട, നേരെ വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേ അതിൽ ടീച്ചർക്ക് അസൂയാണ്, ടീച്ചർക്ക് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നു. പക്ഷെ നല്ലവരായ ഒരു കൂട്ടം ആൾക്കാർ എന്താ പറഞ്ഞതെന്നറിയാം, ടീച്ചർ ചെയ്തതാണ് ശരി. ശരിക്കും പറഞ്ഞാൽ ടീച്ചർ ഒരമ്മയായതുകൊണ്ട് മാത്രമാണ് ടീച്ചർക്ക് അത് പറയാൻ കഴിഞ്ഞത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ റീൽസ് എടുക്കേണ്ട പ്രായമല്ല ഇപ്പോഴേ. റീൽസൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കൂളും കാര്യങ്ങളൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടെടുക്കുക, അതുമാത്രമാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ വരുമ്പോൾ മൊബൈൽ കൊണ്ടുവരിക. ഇപ്പോഴത്തെ അധ്യാപകരായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളായി കഴിഞ്ഞാലും ചില ആൾക്കാരൊക്കെ പറയും, അയ്യോ ഭയങ്കര ഫ്രണ്ട്സാണ്, ഭയങ്കര ഇതാണ് എന്നൊക്കെ പറയും. ഒരു തേങ്ങാക്കൊലിയല്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോഴത്തെ കുട്ടികളുമായിട്ട് അധികം കൂട്ടുകൂടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ പാലക്കാട് നടന്ന ഒരു സംഭവത്തെ പറ്റിയിട്ട് ടീച്ചർ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. അതായത് അത് ശരിയാണെങ്കിൽ അതിനെ പറ്റിയിട്ട് വരെ ഒരു അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ വിദ്യാർത്ഥി അതുപോലെ തന്നെ മൊബൈലുണ്ടായിരുന്നു, അതുപോലെ ഇൻസ്റ്റഗ്രാമിലൂടെ തെറി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വിദ്യാർത്ഥികളെയും ടീച്ചർ നല്ല രീതിയിൽ പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് ഒരു ടീച്ചർ വന്നിപ്പോൾ പറയുന്നത്. അതുമാത്രവുമല്ല, ഈ ഒരു പയ്യൻ മരിച്ചതിന് ശേഷം അവൻ്റെ വീട്ടിൽ ചെന്നപ്പോഴേ അവൻ്റെ അമ്മ പറഞ്ഞു പോലും, അതായത് കൗൺസിലിംഗ് വേണമെന്ന് പറഞ്ഞു. പിന്നെ ചെറുക്കൻ എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൻ ഓടിച്ചെന്ന് വാതിലടച്ച് ഉള്ളിലിരിക്കും. അത് മിക്ക കുട്ടികൾക്കുള്ളൊരു പരിപാടി തന്നെയാണ് ഇത്. അതായത് മിക്ക കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ മൊബൈലിൽ അഡിക്റ്റാണ്. എല്ലാവർക്കും മൊബൈലുണ്ട്. ഈ അവസാന കൊറോണ വന്നതിൻ്റെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ മൊബൈലിൽ അഡിക്റ്റാണെന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് ഇപ്പം 6-ാം ക്ലാസ്സിലാകുമ്പോഴേക്ക് കുട്ടികളെ മൊബൈൽ വേണമെന്നാണ് പറയുക. ഇപ്പം ടാബിനൊക്കെ എന്താ ഡിമാൻഡ്, എല്ലാവരും ഇപ്പം ടാബ് കാണിക്കുന്നത്. ടാബ് ആർക്ക് വേണ്ടിയിട്ടാണ്? കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇതും കൊണ്ട് പോയിട്ട് എന്താണ് ചെയ്യുന്നത്, എന്താണ് പഠിക്കുന്നതെന്നും ആർക്കും അറിയില്ല. എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു റൂമിലല്ല പഠിക്കുന്നത്. അതായത് ഓരോ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഓരോ റൂമാണിന്ന്. അപ്പം അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇവൻ ആരോടാ ചാറ്റുന്നത്, എന്താ പരിപാടി, എന്താ കാണുന്നതെന്നും നമ്മൾ അറിയുന്നില്ല. അപ്പം അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ ഇതിന് അടിമയാകും. അതാണ് പറയുന്നത്. അതായത് നമ്മളൊക്കെ എന്ന് പറയാം എല്ലാം എന്ന് പറഞ്ഞാൽ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ജോലിയൊക്കെ കിട്ടി അതിനുശേഷം നമ്മൾ മൊബൈലിലുള്ള എല്ലാ കാര്യങ്ങളും കാണുകയോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ചാറ്റുകയോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരെ അങ്ങനെ ബാധിക്കത്തില്ല. പക്ഷെ ഒരു കുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 13-14 കാലഘട്ടം എന്നെല്ലാം പറഞ്ഞാൽ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ട കാലഘട്ടമാണ്. അതിൻ്റെ മനസ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ റീൽസിൻ്റെ അകത്തും അതിൻ്റെ അകത്തും ഇതിൻ്റെ അകത്തൊക്കെ ആയിപ്പോകും. പിന്നെ ചില തള്ളമാരെയും തന്തമാരെയും പറയാതിരിക്കാൻ വയ്യ. അതായത് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളെ നോക്കാൻ സമയം ഉണ്ടാവില്ല, കുട്ടികളെ അന്വേഷിക്കാൻ സമയം ഉണ്ടാവില്ല. 24 മണിക്കൂർ മൊബൈലും പിടിച്ചിട്ട് കുടുംബങ്ങളോട് ചാറ്റ് ചെയ്യും. കുറേ നേരം എന്ന് പറഞ്ഞാൽ സ്കൂൾ ഗ്രൂപ്പ്, കോളേജ് ഗ്രൂപ്പ്, നാട്ടുകാരുടെ അയൽവക്ക ഗ്രൂപ്പ്, നാട്ടിലെ ഗ്രൂപ്പ്, ഇങ്ങനെ ഒരു 25 ഗ്രൂപ്പ് ഉണ്ടാകും. ഈ 25 ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ള ചാറ്റ് ചെയ്യുന്നുണ്ടാകും, അപ്പുറത്തെ ഭർത്താവ് ചാറ്റ് ചെയ്യുന്നുണ്ടാകും, ഇപ്പുറത്തെ മകൻ ചാറ്റ് ചെയ്യുന്നുണ്ടാകും, അപ്പുറത്തെ മകൾ ചാറ്റ് ചെയ്യുന്നുണ്ടാകും. മൊബൈൽ ഇല്ലാത്തത് ആർക്കായിരിക്കും എന്നറിയാം? ഒരു 85 വയസ്സായ അമ്മൂമ്മക്ക് മാത്രം. അവർക്ക് മാത്രം മൊബൈൽ ഉണ്ടാവില്ല. അവരിപ്പോഴും രാമരാമ ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. അതാണ് ഇപ്പോഴും പല സ്ഥലങ്ങളിലുള്ള സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ്, എല്ലാവരും പറയും ഇന്നത്തെ യുഗം അതാണ്, ഇപ്പോഴെന്ന് പറഞ്ഞാൽ 3G യുഗം അല്ല 5G യുഗമാണ്, അല്ല പഴയ പോലെയല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവനവൻ്റെ മക്കളെ അവനവൻ തന്നെ ശ്രദ്ധിക്കുക. ഈ പറയുന്നവന്മാർക്ക് ഇങ്ങനെ പറയേ വേണ്ടൂ. പക്ഷെ അവന്മാർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറയുന്നവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-60 വയസ്സായി. അവൻ്റെ മക്കൾക്ക് തന്നെ എന്ന് പറഞ്ഞാൽ 10-40 വയസ്സായിരിക്കും. അവൻ്റെ മക്കൾ
മക്കൾക്ക് എന്ന് പറഞ്ഞാൽ 10-15 വയസ്സായിരിക്കും. അതുകൊണ്ട് തന്നെ പറയുന്നവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ടി വിയിൽ വന്നിട്ട് ഇങ്ങനെ വളവളാന്ന് അടിച്ചു വിടുകയേ വേണ്ടു. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വല്ലവനും പറയുമ്പോൾ അയ്യോ ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയല്ലേ, ഇപ്പോഴങ്ങനെയല്ലേ, അയ്യോ മൊബൈലില്ലാതെ ആരാ ഉള്ളത്, ഉണ്ടാവണം. മൊബൈലില്ലാത്ത ആരാ ഉള്ളതെന്ന് ചോദിച്ചാൽ ഉണ്ടാവണം. കുട്ടികളോട് പറയണം നിങ്ങൾക്ക് ഇപ്പോഴും മൊബൈൽ വാങ്ങിച്ച് തരില്ല. അതായത് അമ്മയോ അച്ഛനോ ഉപയോഗിക്കുന്ന മൊബൈൽ മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുടുംബകലഹം ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. കാരണം എന്താ, ഇന്നെല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ആൺസുഹൃത്തുക്കളും പെൺസുഹൃത്തുക്കളുമാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ ചിലപ്പോൾ ചെക്കൻ അറിയോ എന്നുള്ള പേടിയുണ്ടാകും. അപ്പം ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് എന്ന് പറഞ്ഞൊരു പ്രത്യേക അവസ്ഥയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ നമ്മൾ ടീച്ചർമാരെ വിശ്വസിക്കുക. പൂർണ്ണമായിട്ട് എല്ലാ ടീച്ചർമാരും മോശമാണെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയായിരിക്കാം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരൊരു വഴികാട്ടിയായിരിക്കാം. അതുകൊണ്ട് എല്ലാ ടീച്ചർമാരെയും നമ്മൾ മോശമാണെന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നത്, അതായത് നല്ല ദേഷ്യമുള്ള ടീച്ചർ എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് പഠിപ്പിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്, അവിടെയുള്ള ടീച്ചർമാരെല്ലാം കുറച്ച് ദേഷ്യമുള്ളവരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാകും. അതായത് അയ്യോ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ കൃത്യത്തിന് ശമ്പളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കിത് പോരാ എന്നുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും ചിലപ്പോഴേ. പക്ഷേ ബാക്കി എല്ലാ അധ്യാപകരൊന്നും അങ്ങനെ ചിന്തിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്കൂള് നോക്കിയിട്ട്, നല്ല അധ്യാപകരുള്ള സ്കൂള് നോക്കിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക, അവിടെ ചേർത്ത് പഠിപ്പിക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർമാർ നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങനെ അങ്ങ് മോശക്കാരാക്കരുത്. അതായത് ടീച്ചർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 98% നല്ലവർ തന്നെയാണ്, മോശമൊന്നുമല്ല. പിന്നെ ചില ടീമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിലുണ്ട്. അത് മനുഷ്യന്മാരിലില്ലേ, മാതാപിതാക്കളിലില്ലേ, കുട്ടികളിലില്ലേ, എല്ലാ കുട്ടികളും മോശമാണോ? അല്ല. പക്ഷെ ഇന്ന് 2 ടീച്ചർമാരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൊരു ടീച്ചർ പറഞ്ഞു പോലും നിന്നെ ഞാൻ ജയിലിലാക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഏതായാലും അങ്ങനെ ഒരു പോക്കൃത്തരമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളെ വിളിച്ചു പറയുകയാണ് വേണ്ടത്. ഇന്നത്തെ കുട്ടികളുടെ അടുക്ക ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ടീച്ചർമാർക്ക് ജോലി ഉണ്ടാവില്ല. അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം ജോലി ഇല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ്? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ എല്ലാ ടീച്ചർമാരും എല്ലാ മാഷന്മാരും ഒരുപോലെയല്ല. ചില ടീച്ചർമാരും മാഷന്മാരൊക്കെ ഉണ്ടാവാം. പക്ഷെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികളെ നേരായ വഴിക്ക് നയിക്കണമെങ്കിൽ ഇവരെ പോലെയുള്ള അധ്യാപകരും വേണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടീമുകൾ നമ്മുടെ സ്കൂളിനെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതായത് സ്കൂളിൽ വെച്ചിട്ട് കുട്ടികളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ ടീമുകളുണ്ട്. ഇപ്പോൾ പഴയ പോലെയൊന്നും അല്ലല്ലോ. അതായത് MDMA, ABCD, ANDD എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഏത് നിമിഷവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമുകൾ അവിടെ ഉണ്ടാകും. അപ്പോൾ ആ ടീമുകൾ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കുട്ടികളെ, അതായത് അധ്യാപകരെയും കുട്ടികളെയും വഴിതെറ്റിച്ച് വിട്ട് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ഞങ്ങളുടെ കസ്റ്റഡിയിലേക്ക് വരും. ഇപ്പം ഇന്നത്തെ ആ ഒരു സംഭവത്തോടു കൂടി മിക്ക ടീച്ചർമാരും മാഷന്മാരൊക്കെ ഭയന്നിട്ടുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു കുട്ടി പുറത്തു പോയിട്ട് വെറുതെ ഇരിക്കുന്നത്, ആ വെറുതെ ഇരിക്കുന്ന കുട്ടിയെ നീ എന്തിനാടാ അവിടെ പോയതെന്ന് ചോദിക്കാൻ അവർക്ക് ഭയമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പയ്യൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർ തൂങ്ങും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മിക്ക അധ്യാപകരും ടീച്ചർമാരും ഇനി ചെയ്യാൻ പോകുന്ന പരിപാടി ചിലപ്പോഴെന്തായിരിക്കും എന്നറിയാം. അതായത് ഇവർ പഠിപ്പിക്കും, നേരെ വീട്ടിലേക്ക് പോകും, വേറെ ഒന്നിലും ഇവർ ഇടപെടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ കഞ്ഞുകൂടി എന്തിനാ മുട്ടിക്കുന്നത് എന്നുള്ള ഭാവമായിരിക്കും ചില ആൾക്കാർക്ക് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് കൂടുതൽ അപകടം മാത്രമേ വിളിച്ചു വരുത്തുകയുള്ളൂ. അതുകൊണ്ട് ടീച്ചർമാർക്ക് പഴയ ആ ഒരു വടി തിരിച്ചു കൊടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.